ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ആത്മാവിലും സത്യത്തിലും വ്യാപരിക്കുക, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നത്. ഒരു മനുഷ്യനെന്ന് പറയുന്നവൻ തന്നെ ആത്മീയ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിൽ വ്യാപരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് സമരിയാക്കാരിയോടുള്ള സംഭാഷണ മധ്യേ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പറഞ്ഞു, നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരിക, എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനും നിൻ്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. കർത്താവ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവളുടെ ഹൃദയത്തിൻ്റെ ആഴതലങ്ങളിൽ അവൾ ഒളിച്ചു വെപ്പിച്ചിരുന്ന വലിയ രഹസ്യങ്ങളുടെ മറ നീക്കപ്പെട്ടു യേശുവിൻ്റെ വാക്കുകളിലൂടെ. അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ ഉള്ളു വെളിപ്പെടുത്തി. ഉടനെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ അവൾ വിഷയം മാറ്റുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് വായിച്ചാൽ അങ്ങനെ. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങൊരു പ്രവാചകനാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ പ്രഭോ, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥ ആരാധനാ സ്ഥലം ജെറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ ദൈവത്തെ ആരാധിക്കാത്ത സമയം വരുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് പിതാവിനെ ആരാധിക്കുന്നത്. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. വീണ്ടും കർത്താവ് പറയുകയാണ്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്ക് അറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. പ്രിയമുള്ളവരെ, ഇവിടെ കഥാവ് പറയുന്ന യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് കൂടെ കൊണ്ടു നടക്കുകയും ഒപ്പം ഉണ്ണുകയും ഉറങ്ങുകയും കിടന്നിരുന്ന ശിഷ്യന്മാർ പലതവണ കർത്താവ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 3 തവണ വീതം പറഞ്ഞതായിട്ട് സമാന്തര സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ പീഡാസഹനത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പറഞ്ഞെങ്കിലും അവർക്കതൊന്നും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി പോലും അംഗീകരിക്കുവാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷകൻ അത് ആരംഭിക്കുന്നു. അവിടെ മുതൽ യേശു ഓരോ അധ്യായവും കഴിയുമ്പോൾ തോറും തൻ്റെ ശിഷ്യന്മാർ താൻ ദൈവപുത്രനാകണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് പിശാചുബാധിതരായ മനുഷ്യൻ പറഞ്ഞു, ദൈവപുത്രനായ മിശിഹായെ, എന്തിന് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? വീണ്ടും 5-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ, മഹോന്നത ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായെ, എന്തിന് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പിശാചുക്കളെ കൊണ്ടുപോലും ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയിപ്പിച്ചിട്ടും തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നതാണ് പരമസത്യം. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് തിരുവചനത്തിൻ്റെ ഏടുകളിൽ 9-ാം അധ്യായത്തിൽ വന്നപ്പോൾ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മർക്കോസ് 9:27 ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത്? അവർ പറഞ്ഞു, നീ ഏലിയായാണെന്നും നീ പ്രവാചകനാണെന്നും ഒക്കെ പറഞ്ഞു. ഉടനെ കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് നീ ക്രിസ്തുവാണെന്ന് മാത്രമേ പത്രോസ് പറയുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുവാൻ പത്രോസിന് കഴിയുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവപുത്രനെന്ന് ഏറ്റു പറയുവാൻ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവാത്മാവിനെ ലഭിക്കാതെ, ദൈവാത്മാവ് മുഖേന അല്ലാതെ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ഇവർക്ക് സാധ്യമല്ല. അതോടൊപ്പം തന്നെ ദൈവാത്മാവിനെ സ്വീകരിച്ചപ്പോഴാണ് ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ അവർക്ക് സാധിച്ചത്. റോമർ 8:14-15 നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ദൈവാത്മാവ് വീണ്ടും നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മുഖേനയാണ് നിങ്ങൾ
ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലും കർത്താവ് പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയം, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവമക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. അപ്പോൾ ഈ ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറും. നമ്മൾ മനുഷ്യരായിരുന്ന നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവമക്കളാക്കുക എന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ, എന്താണ് അവരിൽ വന്ന മാറ്റം? ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണല്ലോ ആദ്യമായി പെന്തക്കോസ്താ അനുഭവം അവർക്കുണ്ടായത്. ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പത്രോസ് എണീറ്റ് എന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ, മനുഷ്യരെ, ഇവരാരും ലഹരി പിടിച്ചിട്ടല്ല. ജോയൽ ദീർഘദർശി പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. എന്തെന്നാൽ അവസാന നാളുകളിൽ ഞാൻ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നം കാണും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ വരുന്ന മാറ്റമാണ് പത്രോസ്ലീഹ പറയുന്നത്. ഇത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് നമ്മൾ കണ്ടു, അവസാന നാളുകളിൽ സകല ജനങ്ങളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഇന്ന് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. കൊളോസ്സസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്നൊരു രഹസ്യം ഇപ്പോഴവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്രയോ ശ്രേഷ്ഠമാണെന്ന് പ്രഘോഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നതാണ്. യേശു ക്രിസ്തു ഒരാളിലുണ്ട് എന്നുള്ള ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും നമ്മൾ കാണുകയാണ്, ഈ യേശു ജീവദാതാവായ ആത്മാവായി തീർന്നുവെന്ന് 1 കൊരിന്ത്യർ 15:45 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ ആദം ജഡപ്രകാരം ജനിച്ചവൻ, എന്നാൽ രണ്ടാമത്തവനാകട്ടെ അവൻ ആത്മീയനാണ്, അവിടുന്ന് ജീവദാതാവായ ആത്മാവായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവായി മാറിയ മിശിഹ നമ്മുടെ ഉള്ളിൽ വരുന്നു. പെന്തക്കോസ്താ ദിവസം സംഭവിച്ചത് അതാണ്. ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ശ്ലീഹ കൊറിന്തോസിലെ സഭയോട് പറയുന്നത്, 2 കൊരിന്ത്യർ 5:13 പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ച് മനസ്സിലാക്കുവിൻ, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഹൃദയത്തിൽ ഉണ്ടാവുക, ഇത് പെന്തക്കോസ്താ ദിവസം സംഭവിച്ചു. അവിടുന്ന് ജീവദാതാവായ ആത്മാവായി പിതാവിൻ്റെ പക്കലേക്ക് എഴുന്നള്ളിയ ശേഷം അവിടുന്ന് തൻ്റെ ആത്മാവിനെ ഇവരിലേക്ക് അയച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത് 3 കാര്യങ്ങൾ നടന്നുവെന്നാണ് ശ്ലീഹ പറയുന്നത്. ഒന്ന്, ജോയൽ ദീർഘദർശി പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ സകല ജനങ്ങളുടെ മേലെ ആത്മാവിനെ വർഷിച്ചു, അവരുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കാൻ തുടങ്ങി. പുത്രീപുത്രന്മാർ പ്രവചിക്കുന്നു. എന്താണ് ഈ പ്രവചനം? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയും അപരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അവനെ അറിയിക്കാനും തുടങ്ങും. ദൈവാത്മാവ് യഥാർത്ഥത്തിൽ ഒരാളിൽ വന്ന് നിറയുമ്പോൾ സംഭവിക്കേണ്ടത് അതാണ്. ഇന്ന് ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരംഭിച്ചതിന് ശേഷം അനേക വ്യക്തികൾ പരിശുദ്ധാത്മാ നിറവിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ തൊട്ട് അവർ സുവിശേഷം പ്രസംഗിച്ചായിട്ട് കാണാം. ആയിരക്കണക്കിന് അൽമേയർ സുവിശേഷം പ്രഘോഷിക്കുന്നുവെങ്കിൽ എൻ്റെ രഹസ്യം, തങ്ങളെ സംബന്ധിച്ച് ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞു, അവർ ദൈവരാജ്യത്തിൻ്റെ മക്കളാണെന്ന് അറിഞ്ഞു, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് അറിഞ്ഞു. ഞങ്ങളിനി മുതൽ വക്രത നിറഞ്ഞതും വഴിപിഴച്ചതുമായ തലമുറകളുടെ ഇടയിലെ ഒരു കുറ്റമറ്റ ദൈവമക്കളായി ജീവിക്കേണ്ടവരാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെയും ഈ ദൈവമക്കളാക്കുവാനുള്ളൊരു ധ്വര അവരുടെ ഉള്ളിലുണ്ടാകുന്നു. ഇതാണ് തന്നെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അറിയുകയും അവരനെ സംബന്ധിച്ച ദൈവഹിതം എന്താണെന്ന് അവനെ അറിയിക്കുകയും ചെയ്യുന്നത്. അഥവാ ഈ ലോകത്തിൻ്റെ മക്കളോട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് പറയുവാനും ദൈവരാജ്യത്തിൽ അംഗമാകുവാനും അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നതാണ് പ്രവചനം. രണ്ടാമത്, യുവാക്കൾക്കുണ്ടാകുന്ന ദർശനം. യുവാക്കൾക്ക് ദർശനമുണ്ടാകും. എന്താണ് ദർശനം? ഉള്ളിലെ കണ്ണിൻ്റെ കാഴ്ചയാണ് പ്രിയമുള്ളവരെ ദർശനം. ഉൾക്കണ്ണുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഉള്ളു തുറക്കുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവ് വന്ന് നമ്മുടെ ഉള്ളു തുറക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് 1 കൊരിന്ത്യർ 2:9 നമ്മൾ കാണുന്നുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല, മറിച്ച് ദൈവം എല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി കൊടുക്കുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ ഗ്രഹിക്കുന്നത് അവൻ്റെ ആത്മാവല്ലാതെ മറ്റെന്താണ്? ഇതുപോലെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവാത്മാവ് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് നാം ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളിലെ കണ്ണ് തുറന്ന്
വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ ദർശിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? അവർക്ക് ചില ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷണം, ഉള്ളു തുറന്ന് ദൈവാത്മാവിനാൽ നിറയപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ലക്ഷണമാണ് അവർ ആനന്ദമുള്ളവരായി മാറും. എന്താണ് ആനന്ദം? പൊതുവേ സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാവുന്നൊരു സത്യമാണ്. യേശുവിൻ്റെ ജനനത്തിൽ ആ ജനന വാർത്ത അറിയിക്കുന്ന ആട്ടിടയന്മാരെ അറിയിക്കുന്ന ദൈവദൂതന്മാർ അവർ പറയുന്നു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. അതിതാണ്, നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ മിശിഹ ഇന്ന് പിറന്നിരിക്കുന്നു. ഈശോയുടെ ജനനം തന്നെ ഒരു ആനന്ദത്തിൻ്റെ സദ്വാർത്തയാണ്. അത് പരിശുദ്ധാത്മാ നിറവ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദം കൊണ്ട് നിറയുവാൻ സാധിക്കും. അപ്പോൾ ദൈവാത്മാവുള്ളൊരു മനുഷ്യനെ തിരിച്ചറിയുവാനുള്ള ഒന്നാമത്തെ ലക്ഷണം അയാൾ ആനന്ദമുള്ളവനായിരിക്കണം. ബൈബിളിലുടനീളം ക്രിസ്ത്യാനിയുടെ ലക്ഷണമാണ് അതാണെന്ന് പറയുന്നുണ്ട്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയം ഗർഭസ്ഥയായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇതാ എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മാത്രമല്ല, എലിസബത്തിനെ സന്ദർശിക്കാൻ പോയ മറിയം എലിസബത്തിനെ സമീപിച്ച്, നിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ ആനന്ദത്താൽ കുതിച്ചു ചാടിയെന്നാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈശോയും പരസ്യജീവിതത്തിൻ്റെ ഏതാണ്ട് സമാപിക്കാറായപ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈശോ പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ആനന്ദം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാകേണ്ടതിനാണ്. വീണ്ടും ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-13 അവിടെയും പറയുകയാണ്, പിതാവേ, എനിക്ക് തന്ന ആനന്ദം ഞാൻ അവർക്ക് നൽകി, അവരുടെ ആനന്ദം അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാകാൻ. അപ്പോൾ പൂർണ്ണമായ ആനന്ദം ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമാണ് പൂർണ്ണമായ ആനന്ദം. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് നമ്മൾ. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരുണ്ട്. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുകയാണെന്ന് കൊളോസ്സസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആത്മാവുള്ള മനുഷ്യൻ്റെ ലക്ഷണമാണ്, ഒന്ന്, ആനന്ദമുള്ളവനായിരിക്കും. 2, അവനെപ്പോഴും നിത്യജീവനുണ്ടെന്നുള്ള തിരിച്ചറിവുള്ളവനായിരിക്കും. പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വ്യക്തി നിത്യജീവനുള്ളവനാണെന്ന് വെളിപ്പെടുത്തി തരാൻ സാധിക്കൂ. ആ വെളിപാട് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാണെന്നും ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തി തരുന്ന ദൈവത്തെ കണ്ടെത്തുകയും ആ ദൈവത്തിന് ഒരു മനുഷ്യൻ സ്വതന്ത്രമായി കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസം വളരണമെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനാണെന്ന് കണ്ടെത്തണം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം നിത്യജീവനാണെന്നുള്ളതിന് ബൈബിളിൽ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, മോശ മരുഭൂമിയിൽ പിച്ചളസർപ്പത്തെ ഉയർത്തിയത് പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും കുരിശിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 3:16 പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തിനധികം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ പറയുകയാണ്, ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ യേശുക്രിസ്തുവിൽ നിത്യജീവൻ കണ്ടെത്തുക എന്നതും പരിശുദ്ധാത്മാവ് വരാതെ ഒരുവനും സാധ്യമല്ല. പ്രിയമുള്ളവർ, നമ്മൾ ക്രിസ്ത്യാനികളെന്ന നിലയിൽ, വചനം കേട്ടിട്ടുള്ളവരെന്ന നിലയിൽ, യേശുവിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരെന്ന നിലയിൽ നാം യഥാർത്ഥത്തിൽ ദാർശനികരാണെങ്കിൽ അതിൻ്റെ ലക്ഷണം നിത്യജീവനുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലേശങ്ങൾ തുലവും നിസാരമാണെന്ന് കാണുവാനും സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. സമസ്ത സൃഷ്ടവസ്തുക്കളും നമ്മളോടൊപ്പം ദൈവമക്കളുടെ വെളിപ്പെടുത്തലാകുന്ന പുത്രത്വലബ്ധി സ്വന്തമാക്കുവാൻ വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈ ഈറ്റുനോവ് അനുഭവിക്കണമെങ്കിൽ ദൈവമക്കളുടെ വെളിപ്പെടുത്തൽ അത് നിത്യജീവനിലേക്ക് ഊന്നിയിട്ടുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ സാധിക്കൂ. അഥവാ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശക്തമായ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ. പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. പത്രോസിലെ ഇങ്ങനെ പറയുന്നത്, ദൈവം തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗം കുരിശുമരണവും ഉത്ഥാനവും വഴി നമ്മെ സജീവമായ പ്രത്യാശയിലേക്കും. എന്താണ് ഈ സജീവമായ പ്രത്യാശ? ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, ഉള്ളുകൊണ്ട് ദൈവത്തെ ദർശിക്കുന്നവനാണ് ഒരുത്തനെങ്കിൽ അവൻ്റെ പ്രത്യേകതയാണ് സജീവമായ പ്രത്യാശ. ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ ഇതാ ഈ പ്രത്യാശയിൽ ജീവിച്ചവരാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ മാതൃകയായവർ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് ഒരിക്കലെ ഒരു സർവ്വമത സമ്മേളനത്തിൽ മറ്റു മതത്തിലുള്ള ചില ലീഡേഴ്സ് ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി, 2000 കൊല്ലമായില്ലേ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയും നിങ്ങൾ തന്നെ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രാമാണിക രേഖയിൽ പറയുന്നു മറ്റു വേദഗ്രന്ഥങ്ങളിലും ദൈവവചനത്തിൻ്റെ വിത്തുണ്ടെന്ന്, പിന്നെന്തിനാണ് നിങ്ങളിത് പ്രസംഗിക്കുന്നത്?
മാർപ്പാപ്പ പറഞ്ഞു, മറ്റേതൊരു കാലത്തേക്കാളും ഏറെ ഞങ്ങളുടെ സുവിശേഷത്തിന് പ്രസക്തിയുള്ളൊരു കാലമാണ്. കാരണം മറ്റ് ജനറേഷനിലുണ്ടായിരുന്ന മനുഷ്യരെക്കാൾ മരണത്തെ എപ്പോഴും മനുഷ്യൻ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മരണമെന്ന യാഥാർത്ഥ്യത്തെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റാത്തവണ്ണം. കാരണം ഏതാണ്ട് 10-1 മനുഷ്യർ ക്യാൻസർ രോഗികളാണ്, 5-1 മനുഷ്യരെ എയ്ഡ്സ് മുതലായ രോഗങ്ങൾ ബാധിച്ചവരാണ്. പ്രകൃതി ദുരന്തവും മറ്റ് മൂലം മരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. രോഗങ്ങളോ പുതിയ പുതിയ രോഗങ്ങളുടെ വർധനവ് മനുഷ്യനെ എപ്പോഴും മരണത്തിൻ്റെ വക്കിലേക്ക് നിർത്തിയിരിക്കുകയാണ്. മരണത്തിനപ്പുറത്ത് മനുഷ്യജീവിതത്തിന് അർത്ഥമെന്തെന്ന് പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷം ഞങ്ങളുടേതാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് പറയാനുള്ളത് മരണമൊരിക്കലും അന്ത്യമല്ല, മരണം ഒരാരംഭം മാത്രമാണ്. ഇതാ അവിടുന്ന് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അവിടെ പറയുകയാണ്, പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. മരണമില്ലായ്മയുടെ സുവിശേഷം യേശുവിൻ്റെ മുഖത്ത് നിന്ന് പഠിക്കണമെങ്കിൽ ഉള്ളിലെ കണ്ണ് തുറന്ന് കിട്ടണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ദർശനം ലഭിക്കണം നമുക്ക്, എങ്കിൽ മാത്രമേ പറ്റൂ. പിന്നെയുമുണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവുള്ളവൻ്റെ ലക്ഷണമാണ് ക്രൈസ്തവ ജീവിത ദർശനം രൂപപ്പെടണമെങ്കിൽ. ക്രൈസ്തവ ജീവിത ദർശനം എന്തെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 16 മുതലുള്ള വാക്യങ്ങളിലെ യാക്കോബ് കണ്ട ഏണി, യാക്കോബിൻ്റെ സ്വപ്നത്തിൽ കണ്ട ഏണിയുടെ പ്രത്യേകത വരുവാനിരിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ദർശനമാണ്. അതിനൊരു ചിത്രമാണ് കാണുന്നത്. അതായത് കാലുകൾ തറയിലാണെങ്കിലും മുകളിൽ പിടിയുള്ളവനായിരിക്കണം ക്രിസ്ത്യാനി. കാലുകൾ തറയിലാണെങ്കിലും മുകളിൽ പിടിയുള്ളവനായിരിക്കണം ക്രിസ്ത്യാനി. ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രിയമുള്ളവരെ, ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും സ്വർഗത്തിൽ ആണ് എൻ്റെ വാസസ്ഥലമെന്ന് അറിയുവാനും അവിടേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുന്നവനാകണം. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ആകുലതകളും ഉണ്ടാകുമ്പോൾ ജീവിതത്തിന് അർത്ഥം എന്തെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ പ്രത്യാശ ഉണ്ടാകണം. മരണമില്ലായ്മയുടെ സുവിശേഷമാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഞാനൊരിക്കലെ ഇവിടെ ചാരുമൂട് ബ്ലോക്ക് ഓഫീസ് വർക്ക് ചെയ്തിരുന്നപ്പോഴേ കായംകുളത്ത് വന്ന് ബസ്സിൽ കയറിയപ്പോൾ സൂപ്പർ ഫാസ്റ്റിലാണ് കയറുന്നത്. സൂപ്പർ ഫാസ്റ്റ് കയറി ഞാൻ ആദ്യം തന്നെ കയറി ഇരുന്ന കാരണം എനിക്ക് സീറ്റ് കിട്ടി. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ധാരാളം മനുഷ്യനതിനകത്ത് ഇടിച്ച് കയറി, സ്ത്രീകളും വയസ്സന്മാരും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും അവസാനമായപ്പോൾ 10-12 ചെറുപ്പക്കാരങ്ങോട്ട് ഇടിച്ച് കയറി വന്ന് ഫ്രണ്ടിലേക്ക് എത്തി. എന്നിട്ട് സൂപ്പർ ഫാസ്റ്റിൻ്റെ സീറ്റ് ചെറിയ പൊക്കം കുറഞ്ഞ സീറ്റായിരുന്നു. ഫ്രണ്ടിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഞാൻ നോക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവനൊന്ന് മേലോട്ട് പൊങ്ങി. കാരണം അവരെല്ലാവരും ഒരു സ്പോർട്സ്മാൻമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ടീഷർട്ടാണ് എല്ലാവരും ഇട്ടിരുന്നത്. ഇവൻ്റെ മസിലെല്ലാവരും കാണത്തക്ക നിൽക്കുക. അന്ന് കായംകുളം ഹരിപ്പാട് റോഡ് കുളമ്പുകളിൽ കിടക്കുകയാണ് പലയിടത്തും. ഞാനോർത്ത്, തമ്പുരാനെ, ഈ ചെറുക്കനൊന്ന് മുകളിൽ പിടിച്ചിരുന്നെങ്കിൽ. കുറച്ച് കഴിഞ്ഞ് വണ്ടി ഇങ്ങോട്ട് വിട്ടു. 2 ഗട്ടറിലേക്ക് വണ്ടി വീണതോ ഇവൻ മുഖം കുത്തി ഡ്രൈവറുടെ എൻജിൻ കവറിലേക്ക് വീഴുക. അവൻ്റെ മുഖം മുഴുവൻ പറഞ്ഞ് തൂങ്ങി രക്തമൊഴിച്ചു വരിക. എന്തുകൊണ്ടാണ് ഇവൻ്റെ മുഖത്ത് വിരൂപമായത്? പുറയിൽ അമ്മച്ചിമാർ പോലും വീഴാതെ നിന്നു അന്നേരം. പക്ഷേ അവർക്ക് മുകളിൽ പിടിയുണ്ടായിരുന്നു. ഇവനാകട്ടെ സൈഡിൽ പിടിച്ചുകൊണ്ട് നിന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ആശ്രയിക്കുന്നത് ഈ ലോകത്തിലുള്ളത് പലതുമാണ്, പലതിനെയുമാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യന് ഒരിക്കലും മുഖത്തിന് പ്രസന്നത ഉണ്ടാകില്ല. അവന് മുഖത്തിന് അസ്വസ്ഥതയല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. എന്നാൽ നിത്യമായി നിനക്ക് പിടിക്കാനൊരു കമ്പിയുണ്ട് മുകളിൽ, അതായത് സ്വർഗം. നമ്മൾ സ്വർഗത്തിന് അവകാശികളാണ്. അതിനുവേണ്ടിയാണ് സ്വർഗം വിട്ട് യേശു ഭൂമിയിലേക്ക് വന്നതും യേശു ഭൂമിയിൽ വന്ന് നമ്മെ സ്വർഗീയരാക്കി. അതുകൊണ്ട് കാലുകളിലാണ് നടക്കുന്നതെങ്കിലും ഭൂമിയിലാണ് നമ്മൾ ചരിക്കുന്നതെങ്കിലും നമ്മുടെ യഥാർത്ഥ വാസസ്ഥലം സ്വർഗമാണെന്നുള്ളൊരു ബോധ്യം എല്ലാ ക്രൈസ്തവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ടതാണ്. ഇനിയുമുണ്ട് ക്രൈസ്തവൻ്റെ ലക്ഷണം. അവൻ്റെ കാഴ്ചപ്പാടിനും നിലപാടിനും മാറ്റമുണ്ടായിരിക്കും. ഒരു ക്രൈസ്തവൻ യഥാർത്ഥ ക്രൈസ്തവ ദർശനം ലഭിച്ചാൽ അവൻ്റെ കാഴ്ചപ്പാടൊന്ന് വേറെ, അവൻ്റെ നിലപാടും ഒന്ന് വേറെ. ഉദാഹരണം പറയാം. ഗബ്രിയേൽ ദർശനമുണ്ടായ മറിയം, ഗബ്രിയേൽ ദർശനം ലഭിച്ച മറിയം ഒത്തുകല്യാണം കഴിഞ്ഞിരിക്കുന്ന പെണ്ണാണ്. നമ്മുടെ ഇവിടെ തന്നെ സംഭവിക്കുന്ന ഓർക്കുക. നമ്മുടെ പെണ്ണിൻ്റെ ഒത്തുകല്യാണം കഴിഞ്ഞു, അത്താഴം വിളമ്പി വെച്ചിട്ട് അമ്മച്ചി കൊച്ചിനെ വിളിക്കുന്നു. അവൾ കുരിശ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച് നിർബന്ധിച്ചപ്പോൾ അവൾ വന്നു. അമ്മ അറിഞ്ഞോ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗബ്രിയേൽ ദേവദൂതൻ വന്നു, ഞാൻ ഗർഭിണിയായി. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി പറഞ്ഞാൽ അമ്മയോ വീട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇതുപോലൊരു സംഭവമല്ലേ നസ്രത്തിലെ കന്യകയുടെ ജീവിതത്തിൽ നടന്നത്? അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ വന്നു. എന്നിട്ട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, ഇത് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും. പുരുഷസ്പർശനമേക്കാതെ ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്ന കാര്യം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ടല്ലാതെ ഒരു ബുദ്ധിമാനും ഒരു യുക്തിക്കും കണ്ടെത്താൻ പറ്റാത്തൊരു സത്യമാണ്. ആ ഗബ്രിയേൽ ദർശനം കിട്ടിയ ക്ഷണം മറിയം പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇതാ ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. മറിയത്തിൻ്റെ ഭാഗ്യം എന്താണ്? മറിയത്തിൻ്റെ ഭാഗ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നോക്കണം. ഈ കുഞ്ഞിനെ വയറ്റിൽ സ്വീകരിച്ച ഉടനെ തന്നെ ഏതാണ്ട് 163 കിലോമീറ്ററോളമാണ് അവൾ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടി പോയത്. നീണ്ട യാത്ര.
ഇനി അവിടെ 3 മാസം അവളെ ശുശ്രൂഷിച്ച ശേഷം തിരിച്ചു വന്നപ്പോൾ കനോഷുമാരി എടുക്കാനായിട്ട് ബെത്ലഹേമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രസവത്തിന് സമയമായി. പ്രസവിക്കാനൊരിടം തേടി പല ചാർച്ചക്കാരുടെയും വീടുകളിൽ മുട്ടി, അവൾക്ക് കിട്ടിയില്ല. പിന്നീട് സത്രത്തിലെങ്കിലും ഇടം കിട്ടുമെന്ന് നോക്കി, അവിടെയും കിട്ടിയില്ല. അവസാനം കന്നുകാലികളുടെ മധ്യത്തിൽ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണ്. ഇതാണോ അവൾ പറഞ്ഞ തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് പറഞ്ഞ് കീർത്തിച്ചതിൻ്റെ അർത്ഥം? ഞാൻ ഓർക്കുകയായിരുന്നു, എന്താണ് ഈ മറിയം പറഞ്ഞ ഭാഗ്യവതി എന്നതിൻ്റെ അർത്ഥം? പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അവൾ ദൈവത്തിൻ്റെ അമ്മയാകുന്നതിൻ്റെയാണ്, സ്വർഗത്തിൻ്റെ രാജ്ഞിയാകുമെന്നൊക്കെ നേരത്തെ കിട്ടിക്കാണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മറിയം പറഞ്ഞ ഭാഗ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 10b-യും 11. അവിടെ പറയുന്നത് ഞാൻ കണ്ടു. അവിടെ കണ്ടത് ഇതാണ്: എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. മറിയത്തിൻ്റെ ഭാഗ്യം അതാണെന്ന് ബോധ്യപ്പെട്ടു എനിക്ക്. ഞാനിത് പറയുന്നത് ആ ലോകത്തിലെ മനുഷ്യർക്ക് ഇതൊരു ഭാഗ്യമായിട്ട് തോന്നില്ല. പല വിശുദ്ധരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ലോകദൃഷ്ടി അത് ഭോഷത്വമാണ്. പട്ടുവ്യാപാരിയുടെ മകനായിരുന്നവൻ, എല്ലാ സമ്പത്തിൻ്റെയും എല്ലാ സുഖസൗകര്യങ്ങളുടെ നടുവിൽ നിന്നവൻ അപ്പൻ്റെ മുമ്പിൽ സ്വന്തം ഉടുപ്പ് പോലും ഊരിക്കൊടുത്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഭ്രാന്തനെ പോലെ വഴിയിലേക്ക് ഇറങ്ങിയ ഫ്രാൻസിസ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ദർശനമുണ്ട്. ദാർശനികനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മനസ്സിലായ സംഗതി ജീവിതത്തിന് അർത്ഥം എന്താണെന്ന്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ മറ്റു മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ കാഴ്ചപ്പാടും അവരുടെ നിലപാടും വേറെയാണ്. ആരെടുത്തോ? ഭരണകാലത്തെ അൽഫോൻസാമ വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗിയായി തീർന്ന കന്യാസ്ത്രീ. ആ രോഗിയായിരിക്കുമ്പോൾ വേണ്ടത്ര പരിഗണനയോ അംഗീകാരമോ ഒക്കെ കിട്ടിക്കാണാൻ സാധ്യതയില്ല. മരണം വരെ രോഗിയായിരിക്കുമ്പോഴും അനേകർക്ക് ആശ്വാസം നൽകിയ അൽഫോൻസാമ. എന്തുകൊണ്ട്? അവളുടെ കണ്ണുകൾ അപ്പോഴും ദർശിച്ചുകൊണ്ടിരുന്നു സ്വർഗത്തെ. തൻ്റെ ഈ സഹനത്തിന് അർത്ഥമുണ്ട്. ക്രിസ്തുവിനോടുകൂടി സഹിച്ചാൽ, ക്രിസ്തുവിനോടുകൂടി മരിച്ചാൽ ക്രിസ്തുവിനോട് ഉയർക്കാം എന്ന ദർശനം ഇതെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെന്ന നിലയിൽ ദൈവാത്മാവ് നമ്മളിലുണ്ടെങ്കിലേ ദർശനം അതാണ്. ക്രിസ്തുവിനോടുകൂടി മരിച്ചാൽ ക്രിസ്തുവിനോട് ഉയർത്തെണീക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാഴ്ചപ്പാടും നിലപാടും മാറിയവരാണ് ഇന്ന് വരെ സുവിശേഷ വേലയിൽ ജീവിച്ചിട്ടുള്ളവർ. മറ്റു പലർക്കും ഭോഷത്വമായിട്ട് തോന്നും. ചിലർ രാവും പകലും കൂടി നടന്ന് പ്രസംഗിക്കുന്നു, ചിലർ വീടും കൂടുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അനാഥരെയും വിധവകളെയൊക്കെ സംരക്ഷിക്കുന്നു, മറ്റു ചിലരാകട്ടെ തങ്ങളുടെ ജോലിയുടെ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ പോലും സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അവരൊക്കെ കാണുന്ന ചില കാഴ്ചയുണ്ട്. അതാണ് ദർശനം. ഈ ദർശനം കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദർശനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നിത്യജീവനുള്ളവരാകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആനന്ദം ലഭിക്കും, സമാധാനം ലഭിക്കും. മാത്രമല്ല, ഉള്ളിലെ വെളിച്ചത്തിലായിരിക്കും ദർശനമുള്ളവൻ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വീണ്ടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായി ജീവിക്കുവാൻ അങ്ങനെയുള്ളവർക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് 1, നമ്മൾ നിത്യജീവനുള്ളവരായിരിക്കും. 2, കാഴ്ചപ്പാടും നിലപാടിനും വ്യത്യാസമുണ്ടായിരിക്കും. 3, ആനന്ദത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ഉള്ളിലെ കണ്ണുകൊണ്ട് കാണുന്നവരായിരിക്കും. അതോടൊപ്പം തന്നെ അവർ പലപ്പോഴും ദാർശനികരുടെ ലക്ഷണങ്ങൾ, അവരെപ്പോഴും കാഴ്ചപ്പാടും നിലപാടും മാറിയവരുമായിരിക്കും. അങ്ങനെ ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കും. ഒപ്പം 3ാമത് പറഞ്ഞൊരു കാര്യമാണ്, വൃദ്ധന്മാർ സ്വപ്നം കാണും. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും രോഗികളായിട്ട് കിടക്കുന്ന വൃദ്ധന്മാരുടെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് ഞാനവരോട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ. ഒരിക്കലെ ഒരു വല്യമ്മച്ചി 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു കിടക്കുക. അതിനോട് അവിടെയുള്ള വീട്ടുകാർ പറഞ്ഞു, അയ്യോ തങ്കച്ച പാദം പിടിച്ച് കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ കണ്ണിന് കാഴ്ച കൂടെ പോയപ്പോൾ അവരെല്ലാവരും അനാവശ്യമൊക്കെ പറയുന്നു. ഞാനൊരു ദിവസം പോയിരുന്നു കൊണ്ട്, അമ്മച്ചി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അമ്മച്ചിക്ക് അറിയാവോ? അമ്മച്ചി മരണത്തോടെ അവസാനിക്കത്തില്ല. അമ്മച്ചി സ്വർഗ്ഗരാജ്യത്തിൽ നമുക്ക് ഇടം തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തു ബൈബിളിൽ നിന്ന് പല വാക്യങ്ങളും. യേശു ഉത്ഥാനം ചെയ്തെങ്കിൽ നമുക്ക് ഉത്ഥാനമുണ്ട്. യേശു നമുക്ക് വഴിയൊരുക്കാൻ പോയിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയുടെ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അമ്മച്ചിയുടെ ചുറ്റും മാലാഖമാർ വന്ന് അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്നത് കാണാൻ സാധിക്കും. 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മച്ചി പറയണം, മകനെ നേരത്തെ ഇത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇത്രയും കാലം ഞാൻ അസ്വസ്ഥതയിൽ കഴിയുമായിരുന്നോ? ഞാൻ പറയുന്നത്, ആ അമ്മച്ചിക്ക് പരിശുദ്ധാത്മ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആത്മനിറവ് ലഭിക്കുകയും അവൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടി. ആ അമ്മച്ചി മരിച്ചു കിടന്നപ്പോൾ ഞാൻ ചെന്നു കണ്ടത് ഒരു മാലാഖയുടെ മുഖം പോലെ ഇരുന്നു അമ്മച്ചിയുടെ മുഖം. കാരണം പ്രത്യാശയുള്ള മുഖം, സ്വപ്നം കാണുന്ന മുഖം. ഇത് നമുക്ക് ലഭിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ 1, നമ്മൾ ദാർശനികരായിരിക്കും. 2, നമ്മൾ പ്രവാചകരായിരിക്കും. 3, നമ്മൾ എപ്പോഴും സ്വപ്നമുള്ളവരായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ സ്വപ്നമുള്ളവരും ദർശനമുള്ളവരും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എപ്പോഴും ദാർശനികരുമായിരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.